ഹായ് മക്കളെ, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ ഫിസിക്സ് എക്സാം ആണെങ്കിൽ തലേ ദിവസം പഠിച്ച് തീർക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അതിന് പല റീസൺസും ഉണ്ടാവും. അതിന് നിങ്ങളെ ഇപ്പൊ കുറ്റപ്പെടുത്തുകയോ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ച് നല്ലൊരു മാർക്ക് എത്തണ്ടേ, അതിനു വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചങ്ങ് തീർക്കുക. ഇത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വേറെ ചോദ്യങ്ങൾ തപ്പിപ്പോവുക. ദയവ് ചെയ്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. ആൻഡ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ഇത് ചോദ്യങ്ങൾ മാത്രമല്ല, ഇതിൽ ഉത്തരങ്ങളും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ സ്ലൈഡ് നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കുന്നതാണ്. അത് ലഭിക്കാനായി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ മതി. താഴെ ലിങ്ക് ഉണ്ടാവും, അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ തവണ സെൻഡ് ചെയ്യാം. മറന്നുപോകല്ലേ. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് പിറകിൽ നിന്നാണ് കേട്ടോ. നമുക്ക് 14th ചാപ്റ്ററിന് പിറകോട്ട് വരാം. അപ്പം എക്സ്പ്ലെയിൻ ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് ഡയഗ്രാം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡയഗ്രാം വരച്ചേക്കാം. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഡയോഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലാസ് ആയി പോകും. അപ്പൊ നിങ്ങളതൊന്ന് വായിച്ചു നോക്കല്ലോ. ഉത്തരം ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് അതിൽ പ്രധാനപ്പെട്ട മർമ്മപ്രധാന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോംസ് ഉണ്ട്. അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സൈനുസോഡൽ വേവ് ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹാഫ് വേവ് അല്ലേ. അപ്പോൾ ഹാഫ് ഇങ്ങനെ റെക്ടിഫൈ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഹാഫ് വേവ് റെക്ടിഫൈഡ് ആണ്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ മറ്റേ കേസും പഠിക്കണം, അതായത് ഫുൾ വേവ് റെക്ടിഫയർ പഠിച്ചിരിക്കണം കേട്ടോ. ഫുൾ വേവ് റെക്ടിഫയറിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് ഡയോഡുകൾ ഉണ്ടാവും. ഡയോഡ് D1 ഉം ഡയോഡ് D2 ഉണ്ടാവും. രണ്ട് ഡയോഡ് ഉണ്ടാവും, ശ്രദ്ധിക്കുക. അപ്പോൾ അതിന്റെ കഥകൾ ചെറുതായിട്ടൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, D1 ഫോർവേഡ് ബയസ് ആകുമ്പോൾ D2 റിവേഴ്സ് ബയസ് ആയിരിക്കും. നേരെ തിരിച്ചും D2 ഫോർവേഡ് ആകുമ്പോൾ D2 റിവേഴ്സ് ബയസ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് രണ്ടിനും സെയിം. ഹാഫ് വേവ് ആയാലും ഫുൾ വേവ് ആയാലും ഇൻപുട്ട് നമ്മൾ സൈനുസോഡൽ വേവ് ആണ്. എന്നാൽ ഫുൾ വേവിൽ നമ്മൾ ഇതുപോലെ റെക്ടിഫൈഡ് സാധനം ഉണ്ടാവും അല്ലെ, കംപ്ലീറ്റ്ലി റെക്ടിഫൈഡ് സാധനം ഉണ്ടാവും. അപ്പോൾ ഗ്യാപ്സ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് വരച്ചു വെക്കാൻ നിങ്ങൾ പഠിക്കണം. സെറ്റ് അല്ലേ. അപ്പോൾ ഇതാണ് സെമി കണ്ടക്ടേഴ്സിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റൊന്നാണ്, നമുക്കൊരു സിലിക്കോൺ ഡയോഡുമായി ബന്ധപ്പെട്ട അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും മറ്റു കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് VI ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ വരയ്ക്കാൻ ചോദിച്ചാൽ ഈ വാല്യൂ നിങ്ങൾ വരയ്ക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുന്നു, I എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു കേട്ടോ. അത് പോസിറ്റീവ് നെഗറ്റീവും കൂടി കൂട്ടി വരയ്ക്കാം. പിന്നെ നമ്മൾ വരയ്ക്കുന്നത് V ആണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, I നമ്മൾ Y ആക്സിലും V നമ്മൾ X ആക്സിലും എടുക്കുക. റെഡി. അപ്പോൾ അതിലെന്താണ് സംഭവിക്കുക, അതിൽ കണ്ടല്ലോ ഇവിടെ ഗ്രാജുവലി വളരെ എക്സ്പോണൻഷ്യലി കൂടും. എന്നിട്ട് ഇത് വന്ന് മീറ്റ് ചെയ്യൂലേ, ആ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം, ആ പോയിന്റ് പേരൊന്നും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ത്രഷോൾഡ് വോൾട്ടേജ് ഓർ കട്ട് ഇൻ വോൾട്ടേജ് എന്നുള്ള, കട്ട് ഓഫ് അല്ല കട്ട് ഇൻ ആണ്, കട്ട് ഓഫ് എന്നല്ല ഇവിടെ വേണ്ടത്, കട്ട് ഇൻ വോൾട്ടേജ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് അത് തന്നെ കൊടുക്കണം. പിന്നെ ആ നെഗറ്റീവ് വോൾട്ടേജ് അല്ലേ, റിവേഴ്സ് ബയാസ് നെഗറ്റീവ് വോൾട്ടേജ് ആകുമ്പോഴുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ആക്കുക. അപ്പോൾ അതിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ട്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ അത് ആ കർവ് ഇങ്ങനെ എക്സ്പോണൻഷ്യലായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ലേ, ആ പോയിന്റിനാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യാൻ പഠിക്കണം, ഈ ഷേപ്പ് പഠിച്ചിരിക്കണം കേട്ടോ. റെഡി. ഇനി അടുത്തത് ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്, ഫ്യൂഷനും ഉണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, രണ്ട് ലൈറ്റ് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ലാർജ് ന്യൂക്ലിയസ് ആവുന്ന പ്രോസസ്സാണ്. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു, ഹീലിയമായി മാറുന്ന പ്രോസസ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് സണ്ണിലൊക്കെ നടക്കുന്നത്, സണ്ണിലും സ്റ്റാറിലും നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഇനി ബാച്ചിനെ കുറിച്ച് പറയാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾക്ക് ഇതുപോലെയല്ല, കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് ഇനി ഉണ്ടാവും. നമ്മൾ മോഡൽ എക്സാം കഴിഞ്ഞാൽ നേരെ പിറ്റേ ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. എല്ലാ ദിവസവും മോർണിംഗ് തൊട്ടിട്ട് ഉച്ച വരെ നിങ്ങൾക്ക് ലൈവ് ഉണ്ടായിരിക്കും. അത് യൂട്യൂബ് അല്ല, സ്പെഷ്യൽ ലൈവ്സ് ആണ്. നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ, CS ഈ സബ്ജക്ട്സിന് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇംഗ്ലീഷിന് സ്പെഷ്യൽ ആയിട്ട് എക്സാം എഴുതുന്ന രീതിക്കുള്ള ലൈവ്സ് ഉണ്ടായിരിക്കും. അതിനുപരി എഡ്യൂപോർട്ടൻ്റ് ആപ്പ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അൺലോക്ക് ചെയ്തുതരും. ഈവൻ മെന്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫീസ് വരുന്നത് 699 തന്നെയാണ്, അഫോർഡബിൾ ആണ്. എല്ലാവരും പഠിക്കട്ടെ. 699 നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്. അതിനെ കൂടെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് നമ്മുടെ പ്രിൻസ് ക്രൂസൈഡർ സാർ ഇല്ലേ, മാത്സ് ക്രൂസൈഡർ സാർ മാത്സിന്റെ 1 ഷോട്ട് കംപ്ലീറ്റ് സീരീസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയി ലഭിക്കുകയും ചെയ്യും കേട്ടോ. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും സാർ എടുക്കുന്ന ഒരു സീരീസ് നിങ്ങൾക്ക് അതിലൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനി ന്യൂക്ലിയർ ഫിഷൻ ചോദിക്കും. ന്യൂക്ലിയർ ഫിഷൻ നേരെ തിരിച്ചുള്ള പരിപാടിയാണ്. വലിയ ആൾ മുറിഞ്ഞ് ചെറിയ രണ്ടാൾക്കാരാവുക. അപ്പോൾ എന്താണ്, ഹെവിയർ ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇതേപോലെ യുറേനിയത്തിൽ ഒരു ന്യൂട്രോൺ വന്ന് ഇടിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ലൈറ്റർ ന്യൂക്ലിയർ ആവുന്ന ആ പ്രോസസ്സ്. അപ്പോൾ ഇത് മേ ബി കംപ്ലീറ്റ്ലി
കംപ്ലീറ്റ്ലി ഈ സാധനം പഠിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, യുറേനിയം അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ബേരിയം ക്രിപ്റ്റോണും 3 ന്യൂട്രോണൊക്കെ ആയി ബാക്കി വരുന്നു എന്ന് ജസ്റ്റ് അതെങ്കിലും പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ ഓർത്തു വെച്ചാൽ വളരെ നല്ല കാര്യം. ചിലപ്പോൾ അത് ഫില്ല് ചെയ്യാനൊക്കെ വരും. ഇനി ബൈൻഡിങ് എനർജിയാണ് ന്യൂക്ലിയയിൽ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരിക. ബൈൻഡിങ് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എനർജി ഇക്വലന്റ് ഓഫ് മാസ് ഡിഫക്റ്റാണ്. അപ്പോൾ മാസ് ഡിഫക്റ്റ് ഇല്ലേ, മാസ് ഡിഫക്റ്റ് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ E is equal to ഡെൽറ്റ mc² എന്നാണ് ഇക്വേഷൻ കേട്ടോ. അപ്പോൾ എത്രയാണോ മാസ് ഡിഫക്റ്റ് ഇൻറ്റു c² ചെയ്താൽ നമുക്ക് അവിടുത്തെ ബൈൻഡിങ് എനർജി കിട്ടും. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ? അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുന്തോറും സ്റ്റെബിലിറ്റി കൂടും എന്നും ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. റെഡി. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ന്യൂമറിക്കൽ ചോദ്യം ന്യൂക്ലിയർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ അതായത് ന്യൂക്ലിയയുടെ മാസ് നമ്പർ എന്നിട്ട് അവരുടെ ന്യൂക്ലിയർ റേഡിയ തരുന്ന അവിടെ റേഷ്യോ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ R = R0⁻⁴ ആണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ R0 ക്യാൻസൽ ആവും. എന്നിട്ട് അതൊന്ന് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ നോട്ടിൽ വെച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് വലിയ ലോങ് വീഡിയോ ഇപ്പോൾ വേണ്ട, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ സമയത്ത് പഠിക്കണ്ടേ. അപ്പോൾ ഞാൻ നോട്ട് വെച്ചിട്ടുണ്ട്, നോട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം കേട്ടോ. റെഡി. ഇനി നമുക്ക് എന്നിട്ട് ഡി ബ്രോഗ്ലി എക്സ്പ്ലെയിൻഡ് ബോർ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. ഇത് ആറ്റംസ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡി ബ്രോഗ്ലി ബോറിന്റെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്വാണ്ടൈസേഷനുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MVR അതായത് ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് എന്നാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, h/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ആര് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ബോർ പറഞ്ഞ പോസ്റ്റ്ലേറ്റ്. അത് നമുക്ക് ഡി ബ്രോഗ്ലിയിലൂടെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഡി ബ്രോഗ്ലി പറഞ്ഞ λ = h/mv നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിൽ പറഞ്ഞ nth ഓർബിറ്റിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് MVR which is L = nh/2π എന്ന് പറഞ്ഞ ബോറിന്റെ കൺസെപ്റ്റിലോട്ട് എത്തിക്കുകയാണ് കേട്ടോ. ആംഗുലർ മൊമെന്റ് കൺസേർവ് എന്ന് പറഞ്ഞ ടേമിലോട്ട് എത്തിക്കുകയാണ്. ഇനി റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഈ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ കുഴപ്പമില്ല, ഈ ഇക്വേഷൻ പഠിക്കാതെ പോരുത്. -13.6/n² EV ആ വാല്യൂ പഠിക്കണേ. അതിൽ എന്നിന്റെ വാല്യൂ, അപ്പോൾ അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ n = 1, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോൾ n = 2. അപ്പോൾ അതിന്റെ വാല്യൂ ഇങ്ങനെ മാറി വരും. അത് ജസ്റ്റ് കാൽക്കുലേറ്റർ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എന്നിന്റെ വാല്യൂ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് 1 ആണ്, തെറ്റിക്കരുത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് 0 അല്ല, ഗ്രൗണ്ട് സ്റ്റേറ്റ് 1 ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഡി ബ്രോഗ്ലീസ് റിലേഷൻഷിപ്പ്, അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. λ = h/p ഓർ പിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, m/v. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റർ വേവ്, ഒരു മാറ്റർ m മാസ് ഉള്ള v വെലോസിറ്റി ഉള്ള വേവ് ലെങ്ത് കാണാൻ λ = h/p ഓർ h/mv കൊടുക്കാൻ പറ്റും. പഠിക്കേ. ഇനി ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. മറന്നുപോയത് ഡ്യുവൽ നേച്ചറിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. നമ്മൾ ഐൻസ്റ്റീൻ പറഞ്ഞത് വരുന്ന ഫോട്ടോണിന്റെ എനർജി 2 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. ഒന്ന് വർക്ക് ഫംഗ്ഷൻ, അവിടുന്ന് ഇലക്ട്രോണിനെ ചാടിക്കാനും, ഒന്ന് അവിടുത്തെ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ടും കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ hν, വർക്ക് ഫംഗ്ഷൻ φ0 + Kemax എഴുതിയാലും മതി. ഓർ നമുക്ക് അതിൽ നിന്ന് Kemaxന്റെ ഇക്വേഷൻ ഓർ ½ mv² = hν - φ0 എന്ന് പറഞ്ഞ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാൻ ഇതിന്റെ പ്രോബ്ലം വരും. പ്രോബ്ലം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നു കേട്ടോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താ, നമ്മൾ എന്താ കാഥോഡ് എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ ഇവിടെ ഇത് വെക്കും, എന്നിട്ട് ഒരു ലൈറ്റിനെ ഇവിടെ ഇൻസിഡന്റ് ചെയ്യും, ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങനെ ഇങ്ങോട്ട് വരും അല്ലേ, നമ്മൾ ഇയാളെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആക്കും. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിന് ഓപ്പോസിറ്റ് എന്ത് ചെയ്യും, റിപ്പൾഷൻ ഫീൽ ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ വരുന്ന ഇലക്ട്രോൺസ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ കറണ്ട് ഒഴുകുമോ, ഈ സർക്യൂട്ടിൽ കറണ്ട് ഒഴുകുമോ, കറണ്ട് ഒഴുകില്ല. അപ്പോൾ കറണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്രയാണോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടത് ആ പൊട്ടൻഷ്യൽ വിളിക്കുന്നവരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ദ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ടു ദ ആനോഡ് അറ്റ് വിച്ച് ഫോട്ടോ എമിഷൻ സ്റ്റോപ്പ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്പ് ആവുന്ന ലെവലിൽ ആനോഡിന് നെഗറ്റീവ് ചാർജ് കൊടുക്കുമ്പോൾ അതിന്റെ മിനിമം വാല്യൂ ആകുമ്പോൾ എപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് അതിനെ വിളിക്കുന്നവരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു മെറ്റൽ സർഫസിലേക്ക് എഫിഷ്യന്റ് അതായത് ഇനഫ് എനർജി ഉള്ള അല്ലെങ്കിൽ ഇനഫ് ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് റേ വരുമ്പോൾ സമയത്ത് ഇലക്ട്രോൺ പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ. ആ പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയും. ആ ഇലക്ട്രോണിനെ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയും. ആ മിനിമം എനർജിനെ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ആ മിനിമം എനർജിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം. ഇനി പോളറോയിഡ്സ് എന്താണെന്നുള്ള ചോദ്യം ചോദിക്കും. പോളറോയിഡ്സ് നമ്മുടെ വേവ് ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, പോളറൈസ് ചെയ്യാന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മോളിക്യൂൾസിനെ അലൈൻ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഫിക്സ് ചെയ്തിട്ട് അതിലെന്ത് ചെയ്യണം, മോളിക്യൂൾസിനെ അലൈൻ ചെയ്യാണ്. അപ്പോൾ അതല്ലാത്ത മോളിക്യൂൾസിനെ എന്തെങ്കിലും കടത്തി വിടില്ല. അപ്പോൾ പോളറോയിഡ്സിന്റെ യൂസ് എന്താണെന്ന് ഇതുവരെ വീഡിയോ കണ്ടവർ ഒന്ന് കമന്റ് ചെയ്താൽ വളരെ ഉപകാരം. പോളറോയിഡ്സ് ആയിട്ട് നമ്മൾ റിയൽ ലൈഫിൽ പല സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യണേ. ഇനി ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അതിലൂടെ ഇന്റർഫറൻസ് പാറ്റേണും ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ ഫിഗർ ഇത് ഡെറിവേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ എന്തില്ല, ഒരു ലോജിക് ഇല്ല, മീൻസ് ഡ്യൂറേഷൻ കൂടും. അപ്പോൾ ഈ
ഫിഗർ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ അതിന് ഫൈനലായിട്ട് ബ്രൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രൈറ്റ് ബാൻഡ്സിന് ഓർ ബ്രൈറ്റ് സ്പോട്സിന് വേണ്ടി പാത്ത് ഡിഫറൻസ് നമുക്ക് എത്ര അറിയേണ്ടത്? പാത്ത് ഡിഫറൻസ് x ഈസ് ഈക്വൽ ടു n ലാംഡ ഡി ബൈ ഡി എന്നാണ് കേട്ടോ. n ലാംഡ ഡി ബൈ ഡി എന്നാണ്. എന്നിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 2 പോലുള്ള നമ്പേഴ്സ് ആയിരിക്കും, 0യും വരും. അപ്പോൾ ബ്രൈറ്റിന് വേണ്ടിയിട്ട് n ലാംഡ ഡി ബൈ ഡി ആയിരിക്കും. ഇനി അത് ഡാർക്കിനാണെങ്കിലോ, ഡാർക്കായുള്ള ബാൻഡിനാണെങ്കിൽ അവിടെ പാത്ത് ഡിഫറൻസ് എന്താ വരിക? n പ്ലസ് ഹാഫ് ലാംഡ ഡി ബൈ ഡി. അപ്പോൾ ഇവിടെ n ലാംഡ ഡി ബൈ ഡി, ഇവിടെ n പ്ലസ് ഹാഫ് ലാംഡ ഡി ബൈ ഡി. അപ്പോൾ ആ കണ്ടീഷൻ ചോദിക്കും. അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഹൈഗൻസ് തിയറി ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് റേ ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത് പോകുന്നു അല്ലേ. അപ്പോൾ സെയിം ടൈമിൽ വരുന്ന മറ്റൊരു ലൈറ്റ് റേ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ബേസിക്കലി അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസും അതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു ഡെറിവേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്, അല്ലെ കോൺക്രീറ്റ് ട്രയാങ്കിൾ വെച്ചിട്ടും പറയാൻ പറ്റും. അപ്പോൾ അതെന്താണ്? ഒരു പ്രൂഫാണ്. ബേസിക്കലി ആ ഫിഗറിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എയിലെ ഈ ഡിസ്റ്റൻസ് എയും ഈ ഡിസ്റ്റൻസ് എയും ഈ ഡിസ്റ്റൻസ് ബിസിയും സെയിം ആണെന്നാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ എ സി എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, അത് രണ്ടിനും കോമൺ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ i ഈക്വൽ ടു ആറിലോട്ട് എത്തുന്നത്. എന്നിട്ട് ആ കോൺഗ്രുവൻസി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. സിമിലർ ട്രയാങ്കിൾസിന്റെ കൺസെപ്റ്റ് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് നല്ല നോക്കുക. ആ ഫിഗർ വരയ്ക്കുന്നതിലാണ് ഇമ്പോർട്ടൻറ്റ്. i ഈക്വൽ ടു ആറാണ് പ്രൂവ് ചെയ്യുന്നത്. സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുന്ന സാധനമാണ്. സ്നെൽസ് ലോ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ല. അപ്പോൾ റാപ്പിഡ് റിവിഷൻ ബാച്ച് മറക്കണ്ട. 699 മാത്രമേ ഉള്ളൂ. ഫീസ് നോക്കണ്ട. നിങ്ങൾക്ക് കംപ്ലീറ്റ് യൂസ് ഉള്ള ബാച്ച് ആയിരിക്കും. പക്ക സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ഈ ബാച്ചിന് പറ്റും. അത്രയ്ക്ക് കോൺഫിഡൻസിലാണ് പറയുന്നത്. ധൈര്യത്തിൽ ജോയിൻ ചെയ്തോ. 699 ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വേണേൽ എന്ത് ചെയ്യാം? ഒരു ഫുൾ മന്തിന്റെ എമൗണ്ട് പോലും ഇതിലില്ലാന്ന് വേണേൽ പറയാൻ പറ്റും അല്ലെ. 700 രൂപക്ക് ഫുൾ മന്തിക്ക് 1000 രൂപ കൊടുക്കണം. വെറുതെ മന്തിന്റെ പൈസ പറയല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒന്നുമല്ല. നിങ്ങൾ ഈ വരുന്ന മാസങ്ങളിൽ തിന്നാൻ പോകുന്ന ഫുഡിന്റെ പൈസ പോലും നിങ്ങളെ +2ന്റെ മാർക്കിനെ ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ നോക്കിക്കോ, ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഡെറിവേഷൻ ചോദിക്കും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൈനൽ ഇക്വേഷൻ ആക്ച്വൽ ഇക്വേഷൻ 1 + d/f ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? വെൻ ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി വേണമെങ്കിൽ ഈ 1നെ ഡ്രോപ്പ് ചെയ്തിട്ട് d/f എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഓൾഡ് ഡെറിവേഷനിൽ ഇതിന്റെ സ്റ്റെപ്പൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. സംശയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. അല്ലെങ്കിൽ ഡെറിവേഷൻ പഠിക്കാം. ഒരു കുഞ്ഞു പ്രോബ്ലം ഒക്കെ ഇതിൽ എക്സ്പെക്ട് ചെയ്യണം. d എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ ആയിരിക്കും. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, നിയർ പോയിന്റ് ഡിസ്റ്റൻസ്. ഇനി അതേപോലെ തന്നെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഫിഗർ വരയ്ക്കാൻ. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഫിഗർ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ എന്തുണ്ടാവും? ഒബ്ജക്റ്റിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവും കണ്ണിന്റെ അടുത്തുള്ളത് ഐപീസും ആണ്. മൈക്രോസ്കോപ്പിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒബ്ജക്റ്റിന്റെ അടുത്തുള്ള ആളെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും, ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. എന്നാൽ ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കോ, FO ലെസ് ദാൻ FE ആയിരിക്കും കേട്ടോ. മസ്റ്റാണ് പഠിച്ചിരിക്കുക. ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയാളെ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നു. പക്ഷെ അത് ഓൾറെഡി മാഗ്നിഫൈഡ് ആണ്. പക്ഷെ അതിനേക്കാൾ വലുതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഐപീസിനെ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇയാൾ ഒബ്ജക്റ്റ് ആക്കി ഫൈനലായിട്ട് വലിയൊരു ഇമേജ് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. റെഡി? അതിന് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ L/D/FO × FE എന്ന് പറഞ്ഞ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അത് പഠിക്കാൻ ഡെറിവേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൾഡ് ഡെറിവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് പ്രിസവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഓൾഡ് ഡെറിവേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കളയുന്നില്ല, കാരണം ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ 10 മിനിറ്റ് വേണം. അപ്പോൾ ഓൾഡ് ഡെറിവേഷനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രിസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് പഠിക്കണം? അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N = sin A + D/2 sin A/2. ആ ഡെറിവേഷൻ പഠിക്കണമെന്ന്. അപ്പോൾ ആ ഡെറിവേഷൻ്റെ പാർട്ടായിട്ട് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് ഈ ഇക്വേഷൻ, പിന്നെ ഒന്നുമില്ലെങ്കിൽ ഈ ഇക്വേഷൻ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ഡിറൈവ് ചെയ്യാൻ ചോദിക്കുക. അല്ലെങ്കിൽ അതുവഴി അതിൻ്റെ ഉള്ളിലൂടെ നമ്മളോട് എന്ത് ചെയ്യും? ID കർവ് വരയ്ക്കാൻ ചോദിക്കും. ID കർവിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് D ആണ്, ഇതാണ് I ആണ്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ആ മിനിമം വാല്യൂ ആണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആ സമയത്തുള്ള ഡിൻ്റെ വാല്യൂ ആണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനിൽ ആംഗിൾ Iയും Eയും ഈക്വൽ ആയിരിക്കും. R1 ഉം R2 ഈക്വൽ ആയിരിക്കും. സ്മോൾ d ക്യാപിറ്റൽ Dക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഫൈനൽ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ചോദിക്കാറുണ്ട് കേട്ടോ. റെഡി? അപ്പോൾ അത് പഠിച്ചെടുക്കുക. ലെൻസ് മേക്കേഴ്സ് ഫോമുല അതുപോലെ തന്നെയാണ്. കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഇനീഷ്യലി തോന്നും. ഫിഗർ വരയ്ക്കാം, അതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തിപ്പെടുന്ന ആ പ്രോസസ്സ് പഠിക്കുക. ഓൾഡ് ഡെറിവേഷനിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. മക്കളെ ദയവ് ചെയ്ത് പഠിക്കുക. ലെൻസ് മേക്കേഴ്സ് ഫോമുലയും ID പ്രിസവും പഠിക്കാതെ നിങ്ങൾ പോകരുത് കേട്ടോ. ഗ്യാരണ്ടിയാണ്. പഠിച്ചോ. അതിലേതെങ്കിലും ഒന്ന് ഷുവറായിട്ട് നിങ്ങൾ ഡെറിവേഷൻ ചോദിക്കും കേട്ടോ. ഇനി ആ ചാപ്റ്ററിലുള്ള മറ്റു കുറേ ഡെറിവേഷൻ ഉണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ചാൻസ് തോന്നുന്നത് ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മളെ ബന്ധമാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ = 2f എന്ന് പറയുന്ന ഈ സംഭവം ഇല്ലേ, ഈ സംഭവത്തിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ അതിൻ്റെ ഫിഗർ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആംഗിൾസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട്
നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനലായിട്ട് എഫ് ഈസിക്കൽ ടു R/2 ഓർ R ഈസിക്കൽ ടു 2F എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പഠിക്കണേ. അപ്പം റേ ഒപ്റ്റിക്സിൽ ഡെറിവേഷൻസിന്റെ എണ്ണം കുറച്ച് കൂടുതലാണ്. അപ്പോൾ മിനിമം ഈ ഡെറിവേഷനിൽ പഠിക്കുക, ഇതിനുശേഷം ബാക്കി ഡെറിവേഷൻ പഠിക്കാൻ പോവാം. ഇനി നമുക്ക് EM വേവ്സിന്റെ കേസിൽ ഇതേപോലെ ഒരു EM വേവ് തന്നു കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡിലെ എന്ത് ചെയ്യാൻ, ഇക്വേഷൻ എഴുതാനാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, ഇപ്പോൾ ഇയാൾ ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇയാൾ ട്രാവൽ ചെയ്യുന്നത് Z ആക്സിലാണ്, പോസിറ്റീവ് Z ആക്സിലാണ് ഇയാൾ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഏതിലാണ്, ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് Xലാണ്, മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് Yയിലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ EX എന്തുകൊണ്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് X ആക്സിലുണ്ടാ. E0 എന്ന് പറഞ്ഞാൽ ഈൻ്റെ ഈ മാക്സിമം വാല്യൂ ആണ് കേട്ടോ, ആംപ്ലിറ്റ്യൂഡ് ആണ്, ഇൻറ്റു സൈൻ വെച്ചിട്ടാണ് എഴുതുന്നത്. K പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്, Kന്റെ വാല്യൂ 2π/λ ആണ്. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ഇവിടെ Z എന്ന് എഴുതാൻ കാരണം Z ആക്സിലാണ് ഇയാൾ പോകുന്നത്. ഇനി Z മൈനസ് എഴുതാൻ കാരണം ഇയാൾ പോസിറ്റീവ് Z പോകുമ്പോൾ നമ്മളിവിടെ മൈനസ് എന്ന് എഴുതാം. ഇയാൾ ഇനി നെഗറ്റീവ് Z പോവുകയാണെങ്കിൽ നമ്മുടെ പ്ലസ് എന്നാണ് എഴുതുക. പ്ലസ് ω/t, ω ഈക്വൽ ടു ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ അതിൽ E മാറ്റി B ആയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനായി. മറന്നു പോകരുത്, ഇത് എഴുതണം, പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. പ്രോബ്ലം നമ്മൾ ലൈവിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ച് കാരണം, ഇലക്ട്രിക് ഫ്ലക്സിലെ ചേഞ്ച് കാരണമാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുക. അതിന്റെ ഇക്വേഷൻ ε0 dφE/dt എന്നാണ്. പഠിക്കാതെ പോകരുത്. ഇനി ട്രാൻസ്ഫോമറുടെ വർക്കിംഗ് നമ്മളോട് ചോദിക്കും, ട്രാൻസ്ഫോമർ വർക്കിംഗ്. അപ്പോൾ ട്രാൻസ്ഫോമറുടെ കേസ് നിങ്ങൾക്ക് അറിയാം, ഒരു സോഫ്റ്റ് അയൺ കോറിന്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ഇതിന്റെ മുകളിൽ നമ്മൾ പ്രൈമറിയും ചുറ്റും സെക്കൻഡറിയും ചുറ്റും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ഇവിടെ പവർ ലോസ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ അതേ പവർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ പവർ എങ്ങനെ, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു അല്ലെങ്കിൽ ഇവിടുത്തെ EMF ഇൻറ്റു അവിടുത്തെ പ്രൈമറി ഇൻറ്റു അവിടുത്തെ എന്ത് കറണ്ട്, ഈ സെക്കൻഡറിത്തെ ഇവിടുത്തേതായിരിക്കും സെക്കൻഡറി ഇൻറ്റു അവിടുത്തെ കറണ്ട്. അപ്പോൾ അത് രണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കണം. ട്രാൻസ്ഫോമർ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ പഠിക്കുക. ഇനി LCR സർക്യൂട്ടിൻ്റെ കേസിൽ LCR സർക്യൂട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ L ഓണിലേക്ക്, ചിലപ്പോൾ R ഓണിലേക്ക്, ചിലപ്പോൾ LC ആയിരിക്കും, ചിലപ്പോൾ RC ആയിരിക്കും, ഏത് വേണമെങ്കിൽ ചോദിക്കാം. LCR ആണെങ്കിൽ നമ്മൾ സീരീസ് വരയ്ക്കുന്നു, LCR സീരീസ് വരയ്ക്കുന്നു. അതിൻ്റെ ഫേസർ വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ എന്താണ്, അവിടെ കറണ്ട് ലീഡും ചെയ്യും, വോൾട്ടേജ് ലാഗും ചെയ്യും. അതല്ലാത്ത കേസും ഉണ്ട്, കറണ്ട് ലീഡ് ചെയ്യുന്നതും വോൾട്ടേജ് ലാഗ് ചെയ്യുന്ന കേസും ആ കേസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കേസിൽ ഫിഗർ വരച്ച് ഉണ്ടാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. തെറ്റാതെ വരയ്ക്കുക ഇതിൻ്റെ കേസ്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫേസർ ഡയഗ്രത്തിൻ്റെ സൊല്യൂഷൻ ഇതാണെന്ന് പഠിക്കുക. ഈ കേസിന് അവിടെ നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഡെറിവേഷൻ നമ്മൾ ഓൾ ഡെറിവേഷനിൽ പറഞ്ഞാണ്. എന്നിട്ട് നമ്മൾ ഫൈനലായിട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇമ്പിഡൻസ്, അതായത് ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ Z=√R² + XC - XL ആണോ XL - XC ആണോ ഉണ്ടാവും. മക്കളെ കപ്പാസിറ്റൻസ് അതെന്താണ്, അത് കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ XC - XL ആയിരിക്കും. ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ XL - XC ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അത് ഈക്വൽ ആണെങ്കിലോ അത് പ്യുവർ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ അതും കൂടി ഇതിനെ ബേസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ പഠിക്കാൻ മറക്കരുത്. ഇനി ഇത് മൈനസ് ചെയ്യുന്നത് XL - XC ചെയ്താൽ XC - XL ചെയ്താൽ സെയിം ആൻസർ. കാരണം സ്ക്വയർ വരുമ്പോൾ ആ മൈനസ് ടേം ഓട്ടോമാറ്റിക്കലി എന്താവും, പോകുന്നുണ്ട്. അപ്പോൾ ഏത് ചെയ്താലും കുഴപ്പമില്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഡെറിവേഷൻ പഠിച്ചെടുക്കണം. ഇനി EMI എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ AC ജനറേറ്ററിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ AC ജനറേറ്റർ ചെറുതായിട്ടൊരു ഫിഗറൊക്കെ വരയ്ക്കാൻ പഠിക്കാം. അപ്പോൾ രണ്ട് മാഗ്നറ്റ്സിൻ്റെ ഇടയിൽ നമ്മളൊരു നമ്മുടെ കോയിൽ, ആർമേച്ചർ കോയിൽ വെക്കുന്നു, അവിടെ സ്ലിപ്പ് റിങ്സ് വെക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് അവിടുത്തെ ഫ്ലക്സ് നമ്മൾ പറയുന്നു BA cos ωt എന്ന് പറയുന്നു, BA cos ωt എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഫാരഡേസ് ലോ ലെൻസസ് ലോ ചെയ്തിട്ട് φ = -n നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു dφ/dt ആവും. അവിടെ ഈ ഫൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, ഇയാളെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് NBA sin ωt എന്ന് കിട്ടും. അതിൽ ഈ കാണുന്ന NBA ഒമേഗക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, E0 അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, EMFന്റെ ഒരു മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ AC പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മറക്കരുത്, ഈ ഡെറിവേഷൻ മറക്കരുത്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ലോങ് സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസാണ്. ലോങ് സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് നിങ്ങൾക്ക് L = μ² n² A × L എന്ന് പറഞ്ഞ ഡെറിവേഷൻ ഉണ്ട്. അത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഡെറിവേഷൻ പഠിക്കണം, ചോദിക്കും, പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ലെൻസസ് ലോ. ലെൻസസ് ലോ എന്താ പറയുന്നത്, ഫാരഡേ ലോ പറഞ്ഞിരിക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF അവിടുത്തെ ചേഞ്ചിന് ഒപ്പോസ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ആ മൈനസ് വരുന്നത് എന്നുള്ള സൂചിപ്പിക്കുക. അപ്പോൾ ആ ഇക്വേഷൻ എഴുതാൻ മറക്കരുത്. ലെൻസസ് ലോ ആണ് മൈനസ് വരുന്നത്, ഫാരഡേയിൽ എന്ത് വരുന്നില്ല, മൈനസ് വരുന്നില്ല കേട്ടോ. ഇനി ഡയാ പാരാ ഫെറോ തമ്മിലുള്ള ഡിഫറൻസ് ഇത് പഠിക്കാൻ നിങ്ങൾ പോകരുത്. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ വീക്കായി റിപ്പൽ ചെയ്യാണ് കേട്ടോ. അയാൾ എന്ത് ചെയ്യുന്നു, വീക്കായിട്ട് എന്ത് ചെയ്യുന്നു, വീക്കിലി ഓപ്പോസിറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, വീക്കായിട്ട് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ കണ്ടോ, റിപ്പല്ല ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളോട്ട് പിടിച്ചു വലിക്കുന്നുണ്ടോ, ഇല്ല, പക്ഷേ വീക്കായിട്ട്. അപ്പോൾ കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ പോകും. എക്സാമ്പിൾ പഠിക്കുക, വാട്ടർ സോഡിയം ക്ലോറൈഡ് പഠിക്കുക. അതിൻ്റെ µr
1 ആയിരിക്കും, അതിൻ്റെ കൈൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ റിപ്പൽ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള ലോജിക്ക് ആലോചിച്ച് നോക്കുക കേട്ടോ. എക്സാമ്പിൾസ് പഠിച്ചേക്കണേ. ഇനി പാരാമാഗ്നറ്റിക് ആണ് വീക്കിലി അട്രാക്ട് ചെയ്യും. വീക്കിലി എന്ത് ചെയ്യും? അത് അട്രാക്ട് ചെയ്യും. അപ്പോൾ വീക്കിലി അട്രാക്ട് ചെയ്യുമ്പോൾ കണ്ടോ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വീക്കിലി അട്രാക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചോളൂ. അലൂമിനിയം, സോഡിയം, കാൽസ്യം പോലുള്ള അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുക. അതുകൊണ്ട് അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ന്യൂആറും കയ്യും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരാളുണ്ട്, അയാളാണ് ഫെറോമാഗ്നറ്റിക്. സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്ന ആളാണ് ഫെറോമാഗ്നറ്റിക്. അപ്പോൾ കണ്ടോ എല്ലാവരും ഇവിടുത്തേനേക്കാൾ കുറച്ചും കൂടി കണ്ടില്ലേ, കുറച്ചുകൂടി ഇങ്ങനെ ഉള്ളിൽ കോൺസെൻട്രേറ്റഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ അയൺ, കൊബാൾട്ട്, നിക്കൽ പോലുള്ള ആൾക്കാരാണ്. ഇവരുടെ എന്താണ് കൈൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, വലിയ വാല്യൂ ആയിരിക്കും. ന്യൂആറിൻ്റെ വാല്യൂ വളരെ വലുതായിരിക്കും കേട്ടോ. അപ്പോൾ അട്രാക്ഷൻ ആണെങ്കിൽ കൈൻ്റെ വാല്യൂ പോസിറ്റീവ്, ന്യൂആറിൻ്റെ വാല്യൂ പോസിറ്റീവ്. എക്സാമ്പിൾസ് പഠിക്കുക, ഫിഗേഴ്സ് പഠിക്കുക. റെഡി. ഇനി ഈ റിലേഷൻഷിപ്പ് നിങ്ങളോട് ചോദിക്കാറുണ്ട് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും. അതായത് കൈ ഈസ് ഈക്വൽ ടു ന്യൂആർ -1 എന്ന് പറഞ്ഞാൽ ഈ ഡെറിവേഷൻ ചോദിക്കും. ജസ്റ്റ് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഓർത്ത് വെക്കണം. ഇത് ചോദിക്കാറുണ്ട്, ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നോക്കണേ, നോക്കാതിരിക്കരുത്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് എങ്ങനെ ഗാലനോമീറ്ററെ കൺവേർട്ട് ചെയ്യാന്ന്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഗാലനോമീറ്ററിന് സീരീസ് ആയിട്ട് ഹൈ റെസിസ്റ്റൻസ് ആണ് സീരീസ് ആയി വെക്കേണ്ടത്. അപ്പോൾ ഗാലനോമീറ്ററിന് സീരീസ് ആയി ഹൈ റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ അത് വോൾട്ട് മീറ്റർ ആയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ വോൾട്ട് മീറ്ററായി കൺവേർട്ട് ചെയ്യാൻ ഹൈ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് വെച്ചാൽ മതി. അപ്പോൾ സെയിം കറണ്ട് ആണ് ഇതിലൂടെയൊക്കെ പോവുക. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ V = IG, ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് IG ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് എന്താ? സീരീസ് ആകുമ്പോൾ സമ്മല്ലേ, ഈ റെസിസ്റ്റൻസ് പ്ലസ് ഇയാളെ റെസിസ്റ്റൻസ് G രണ്ടും കൂടി ആഡ് ചെയ്താൽ V = IR ഫോർമാറ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. പക്ഷേ ബേസിക്കലി ഇത് പഠിച്ചാലും മതി. ഇനി നേരെ തിരിച്ച് എങ്ങനെയാണ് നമുക്ക് ഗാലനോമീറ്റർ അമ്മീറ്ററായി കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഒരു സ്മോൾ റെസിസ്റ്റൻസ് അല്ലേ, ഒരു സ്മോൾ റെസിസ്റ്റൻസ്, ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ റെസിസ്റ്റൻസിനെ പാരലായി കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇയാളെ അമ്മീറ്ററായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. ഇവിടുന്ന് വരുന്ന I ഇങ്ങോട്ട് IG എന്ന് പറയുന്ന ഗാലനോമീറ്റർ കറണ്ട് ഉണ്ടാവും. അപ്പോൾ ബാക്കി I - IG ആണ് ഉണ്ടാവുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടിനും അക്രോസ് സെയിം പാരലൽ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? IG × G. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I - IG × S. അത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ മതി. അത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ ഇക്വേഷനായി. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം കേട്ടോ. പ്രോബ്ലം വരും, പഠിച്ചിരിക്കുക കേട്ടോ. ഇനി ആംബിയർ സർക്യൂട്ടലുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡിന്റെ ഡെറിവേഷൻ ചോദിക്കും. ആംബിയർ സർക്യൂട്ടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോളിനോയിഡിന്റെ കേസിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മൾ വരയ്ക്കുന്ന ആംബിയർ സർക്യൂട്ടലോന്റെ കേസിൽ ഈ ഉള്ളിലുള്ള ഈ സാധനത്തിന് മാത്രമേ എന്തുള്ളൂ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇതിനുണ്ടാവില്ല, ഇതിനും ഉണ്ടാവില്ല. കംപ്ലീറ്റ് 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കേസിലൊന്നും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ളത്തിൻ്റെ കേസ് മാത്രം ചെയ്താൽ മതി. ആൻഡ് ഫൈനൽ ഇക്വേഷൻ μ0 Ni എന്നായിരിക്കും. അതിലെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്നും പഠിക്കുക കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഇതിലെ നോട്ട് കമ്മ്യൂണിറ്റി ലഭിക്കും. ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് തന്നെ പഠിക്കണം. ബയോട്ട് സാവർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കാം. അതായത് ആ കറണ്ട് എലമെന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു IdL sin θ/r² ആയിരിക്കും എന്ന് പഠിക്കുക. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി μ0/4π മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. ബയോട്ട് സാവർട്ട് ലോ പഠിക്കാതെ പോകരുത്. ഇനി കറന്റ് ഇലക്ട്രിസിറ്റിയിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ്, അതിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ ഫൈനൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ, പഠിച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വരയ്ക്കുക. അപ്പോൾ 0 ഡിഫ്ലക്ഷൻ, അതായത് 0 കറന്റ്, നമ്മൾ എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം പോയിന്റ് അച്ചീവ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ കറണ്ട് ഒഴുകുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ ബാലൻസിങ് കണ്ടീഷൻ ആകുമ്പോൾ ഇതിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന് ഇക്വിലിബ്രിയം പൊസിഷൻ ഓർ എന്താണ് ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയാറുണ്ട്. എന്നിട്ട് ജസ്റ്റ് അവിടെ ലൂപ്പ് റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് R1/R2 = R3/R4 ഓർ ഇവിടെ എഴുതിയിരിക്കുന്ന R2/R1 = R4/R3 തിരിച്ചു എഴുതാം കേട്ടോ. R1/R2 = R3/R4. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഈ R1/R2 സെയിം സൈഡിലുള്ള ആൾക്കാരെ റേഷ്യോ R2/R1 = R4/R3. ഇനി തിരിച്ചു എഴുതാണെങ്കിലോ R1/R2 = R3/R4. അത് എഴുതാൻ മറന്നു പോരല്ലേ. അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഇത് പലപ്പോഴും പലരും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണ്. ജസ്റ്റ് അത് പഠിക്കുക. ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇക്വേഷൻ ρT, റെസിസ്റ്റിവിറ്റി ആയിട്ട് ടെമ്പറേച്ചർ ρT = ρ0 × 1 + α T - T0. T0 എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന കണ്ടീഷൻ. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ആൽഫ. ആൽഫയെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ ടേം കേട്ടോ. അയാളെ യൂണിറ്റ് കെൽവിൻ ഇൻവേഴ്സ് ആണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, നല്ലതാണ്. ഈ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഫിഗർ, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ Q വേഴ്സസ് V
ഗ്രാഫ് വരച്ചു, ഒരു കപ്പാസിറ്ററിലെ സ്റ്റോർ ചെയ്ത ചാർജ് വേഴ്സസ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഗ്രാഫ് വരച്ചു. അപ്പോൾ നമുക്കറിയാം Q പ്രൊപ്പോർഷണൽ ടു V ആണ്, അപ്പോൾ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ ഇയാളെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ Q/V ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ്. ഇനി അയാളെ അണ്ടറിലുള്ള ഏരിയ കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക, ഹാഫ് Q × V ആണ്, അത് പൊട്ടൻഷ്യൽ എനർജിയാണ് കേട്ടോ. സോ ഒരു QV ഗ്രാഫിന്റെ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് സ്ലോപ്പ് എന്താണ്, കപ്പാസിറ്റൻസ് ആണ്, രണ്ട് ഏരിയ അണ്ടർ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ആണെന്നും പഠിച്ചിരിക്കുക, മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഇതിനെ ബേസ് ചെയ്തുള്ള ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇനി സീരീസ് ആകുമ്പോഴും പാരലൽ ആകുമ്പോഴുള്ള കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. പാരലൽ ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഇവിടുത്തെ അക്രോസുള്ള പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. എന്നാൽ ചാർജസ് എന്തായിരിക്കും, രണ്ട് കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചാർജസിനെ സമ്മായിട്ട് എഴുതും, Q1 + Q2 = Q എന്ന് എഴുതും. Qന് C × V കൊടുക്കും, ഇവിടെ C1 × V കൊടുക്കും, ഇവിടെ C2 × V കൊടുക്കും. V ക്യാൻസൽ ചെയ്താൽ C = C1 + C2. അപ്പോൾ പാരലലായി വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടുമെന്ന് പഠിക്കുക, അതേപോലെ തന്നെ സീരീസ് ആയി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സീരീസ് ആണെങ്കിൽ എത്രയാണോ ഇവിടുത്തെ ചാർജ് അതേ ചാർജ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ എന്താ ഡിഫറൻസ് ഉണ്ടാവുക, പൊട്ടൻഷ്യൽ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇവിടെയും ഇവിടെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ V1 + V2 = V എന്ന് എഴുതും. അപ്പോൾ നമ്മൾ Vക്ക് പകരം Q/C കൊടുക്കും, V1 ന് പകരം Q/C1 കൊടുക്കും, ഇവിടെ Q/C2 കൊടുക്കും. Q ക്യാൻസൽ ചെയ്താൽ 1/C = 1/C1 + C2. അപ്പോൾ സീരീസ് ആയി വെച്ചാൽ കപ്പാസിറ്റൻസ് കുറയുമെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. റാപ്പിഡ് റിവിഷൻ ബാച്ച് വീണ്ടും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവസരം നിങ്ങൾ മിസ്സാക്കരുത്, ദയവായി മിസ്സാക്കരുത്. ഇനി രാത്രികളിൽ ഉണ്ടാകുന്ന യൂട്യൂബ് ലൈവ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരിക്കും. പകല് നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ജുബോണിന്റെ ബാച്ചിൽ ഓൾറെഡി ഉള്ള 10,000 കണക്കിന് കുട്ടികൾ ഓൾറെഡി പഠിച്ചു, അതിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. അവർക്കുള്ള കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്തോ, ഒരു നഷ്ടവും വരില്ല. 699 മാത്രമേ ഉള്ളൂ, അഫോർഡബിൾ ആണ്. എല്ലാവരും പഠിക്കട്ടെ കേട്ടോ, എല്ലാവരും പഠിക്കട്ടെ. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിഗർ വരയ്ക്കാൻ മറന്നു പോയത്, ഫിഗർ വരയ്ക്കണം. ഇനി C = Q/V എഴുതാം. Qന് പകരം ε0 A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിഗ്മ × A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Vക്ക് പകരം σD/ε0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ ക്യാൻസൽ ചെയ്താൽ ε0 A/D എന്ന് കിട്ടും. ഇവിടെ നിങ്ങളോട് ചോദിക്കുക, ഇവിടെ ഒരു ഡൈലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കപ്പാസിറ്റൻസ് കൂടും. ഇവിടെ ഒരു K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുമെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ, ഗോസസ് ലോന്റെ അപ്ലിക്കേഷൻ ആണ്. ഡെറിവേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഷെല്ലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അതിൻ്റെ റീസൺ ചാർജ് 0 ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. സർഫസിലാകുമ്പം അത് σ/ε0 ആണെന്നും, ഇനി ഔട്ട്സൈഡ് ആണെങ്കിൽ σr²/ε0 r² എന്നുള്ള ഡെറിവേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. സിമ്പിൾ ഡെറിവേഷൻ ആണ്, പഠിക്കാതെ പോകരുത്. ഗോസസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് അതിന് കൂടെ പഠിക്കണം. അതുപോലെ തന്നെ ഒരു ലൈൻ ചാർജിന്റെ കേസിൽ E = λ/2πr/ε0 എന്ന് പറഞ്ഞ ഡെറിവേഷൻ പഠിക്കുക. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച, ഏറ്റവും കൂടുതൽ പേര് പഠിച്ച ചാപ്റ്റർ ഇതാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഇത് റിവൈസ് ചെയ്ത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ 2 പഠിക്കുക, എന്നിട്ട് മറ്റേ ഷീറ്റും കൂടി പഠിക്കുക കേട്ടോ. ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ മറന്നു വരുത്. ഇനി ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈനിന്റെ ഡെറിവേഷൻ പഠിക്കുക. ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈനിന്റെ ഇക്വേഷൻ E = 1/ε0 P/r³ ആണ്. അതിൽ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആക്സിയൽ ഇക്വേഷൻ കിട്ടും. അതും പഠിച്ചു വെക്കുക. പക്ഷേ നിങ്ങൾ ഇതാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത്. ഇത് പഠിച്ചതിന് ശേഷം മറ്റേ പഠിക്കാൻ പോയാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒന്നും പഠിച്ചു തീർക്കാത്ത ഒരു കുട്ടികളുടെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ദയവ് ചെയ്ത് പഠിക്കുക. ഇതിൽ നിങ്ങൾ മടി കാണിക്കരുത്. രാത്രിത്തെ ലൈവിൽ നിങ്ങൾ വരാൻ മറക്കരുത് മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നോട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇപ്പം തന്നെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. വേഗം ജോയിൻ ചെയ്തോ. നമ്മളതിൽ 2-3 തവണ സെൻഡ് ചെയ്യും. പക്ഷേ അത്രയും മെസ്സേജസ് അയക്കുന്നുണ്ട്. ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. വാട്സപ്പ് ഡെലിവറി ചെയ്യാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അത് വരും കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ബൈ.